and social welfare have positively impacted the local community. ഞങ്ങളൊക്കെ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ പ്രശസ്തമായ ഈ സ്ഥാപനത്തിൻ്റെ ബഹുമാനനായ സെക്രട്ടറി പ്രിയപ്പെട്ട പി ഉസ്താദ്, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളായ ഇബ്രാഹിം മുദൂർ, പ്രിയപ്പെട്ട മുസ്തഫ, വേദിയിൽ ഉപവിഷ്ടവരായ ഈ സ്ഥാപനത്തിൻ്റെ ബഹുമാന്യരായ നേതൃപരവലിരിക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു കേൾവിയാണ് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. ഞാനങ്ങനെ പറയാൻ കാരണം, ഇന്നലെ രാവിലെ എനിക്കൊരു അധ്യാപിക എൻ്റെ മണ്ഡലത്തിലുള്ള ഒരു അധ്യാപിക ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണ്. ഞാനൊരു അധ്യാപികയാണ്, എനിക്ക് ഒരു അധ്യാപികയാണെന്ന് പറയാൻ ഒരുപാടേറെ പ്രയാസമുണ്ട്. കാരണം എൻ്റെ ഈ സ്കൂളിൽ തന്നെ, ചുറ്റുപാടിൽ തന്നെ ഞങ്ങളൊക്കെ കാണുകയും കാണാതെയും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനോ പ്രതികരിക്കാനോ കഴിയുന്നില്ല. നിസ്സംഗരായി ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കേണ്ടി വരികയാണ്. അത് ലഹരിയുണ്ടാകാം, മറ്റ് പല അനാചാരങ്ങളുണ്ടാകാം, എല്ലാം ഉണ്ടാകാം. ഞാനത് അങ്ങനെ പറയുന്നു. അതുകൊണ്ടൊക്കെ ഒരു അധ്യാപികയും അധ്യാപകനും നേരിടുന്ന വലിയ പ്രയാസം എൻ്റെ ഈ വാക്കുകളിലൂടെ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. സാറിനെ പോലുള്ള ആളുകൾ അത് എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു പ്രയാസത്തെ അവതരിപ്പിക്കുന്നുണ്ടാകുമെന്ന് അറിയാം. അതിനെന്തെങ്കിലും മാർഗം കാണാൻ പറ്റുമോ എന്ന് പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ സന്ദേശം എനിക്ക് ലഭിച്ചത്. ഞാനിവിടെ ഇങ്ങനെ കാണുമ്പോൾ, പ്രിയപ്പെട്ട ഉസ്താദ് ഇതിൻ്റെ കാര്യങ്ങളിങ്ങനെ വിശദീകരിക്കുമ്പോൾ, ഞാനിങ്ങനെ കാണുമ്പോൾ ഈ കുട്ടികളെ, പ്രിയപ്പെട്ട മക്കൾ, നാളെയുടെ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി ഒരു കുടുംബം നന്നാകണമെങ്കിൽ ഒരു സ്ത്രീ നന്നാവുകയും ആ സമൂഹത്തിൻ്റെ ഏറ്റവും മാർഗദർശിനിയായി മാറാൻ കഴിയുകയും ചെയ്യും എന്നാണ് സാമൂഹിക ശാസ്ത്രത്തിലടക്കം നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരം അനാചാരങ്ങളും അനുചിതമായ കാര്യങ്ങളും നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നാളെ ഈ സമൂഹത്തിലെ പിറകിലിരിക്കുന്ന ഉമ്മമാരും സഹോദരിമാരും കുട്ടികളും അടക്കമുള്ള ഒരു സമൂഹത്തിൽ ഇത്രയും മാന്യമായി, എത്രയും മതപരമായും ഭൗതികപരമായും എല്ലാ വിദ്യാഭ്യാസവും ഉണ്ടായി നാളത്തെ ഒരു സമൂഹത്തിന് മാർഗദർശനം നടക്കാൻ ഞങ്ങളുണ്ടാകും എന്ന് പറയാൻ തയ്യാറാവുകയും അത് പഠനം നടത്തുകയും ചെയ്യുന്ന നിങ്ങളെയും അതിന് വഴി കാണിച്ചു കൊടുക്കുന്ന പി ഉസ്താദിനെ പോലുള്ള ഈ ദാറുൽ ഹിദായയുടെ പ്രിയപ്പെട്ടവരായ എല്ലാ മാനേജ്മെൻറ്റിൻ്റെ ആളുകളെയും ഈ നാടിന് വേണ്ടി, ഈ നാട്ടുകാർക്ക് വേണ്ടി, രക്ഷിതാക്കന്മാർക്ക് വേണ്ടി നിങ്ങളെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്ക് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പെൺകുട്ടികൾ നന്നായി പഠിക്കുന്നവരാണ് പെൺകുട്ടികൾ. ഡിഗ്രിയും പി ജിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും ഒക്കെ നേടുന്നവരാണ്. മുസ്തഫയൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നയാളാണ്. പെൺകുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മുടെ പഠനത്തിനും പഠന രീതിക്കുമൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ പഠനവും നമ്മുടെ പഠന ജീവിതവും രീതിയും ഒക്കെ പറയുന്നിടത്ത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മാറ്റമെന്ന് പറയുമ്പോൾ, പഠനം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചിന്തിക്കാൻ വേണ്ടിയാണ്, സ്വയം സംസ്കരിക്കാൻ വേണ്ടിയാണ്, സ്വയം മനുഷ്യത്വത്തിലേക്ക്, ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടിയാണ്, ഏറ്റവും നല്ല വ്യക്തിയാകാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ ആ കാഴ്ചപ്പാടിനപ്പുറത്ത് വിദ്യാഭ്യാസം ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റേതായ ചില സങ്കുചിതമായ സാഹചര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ വേണ്ടിയുള്ളതാണെന്നും തനിക്കിങ്ങനെ സ്വതന്ത്രമായി
ആരെയും ആശ്രയിക്കാതെ നടന്നു പോകാൻ കഴിയാവുന്ന ഒരു രൂപത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള അടിത്തറയാണ് വിദ്യാഭ്യാസം എന്നുമൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ആൺകുട്ടികളുണ്ട്, നിങ്ങൾ മാത്രം കുറ്റം പറയല്ല, ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടിയാൽ ഒരു ജോലി കിട്ടണം, ശമ്പളം കിട്ടണം, എന്നിട്ട് ഞാനിങ്ങനെ ഒന്ന് സ്വതന്ത്രമായി നടക്കട്ടെ, എൻ്റെ ഇഷ്ടമല്ലേ, എന്തിനാ പാപ്പയും എന്തിനാ ആരെയും നോക്കുന്നത്, എന്തിനാ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നൊരു കാലഘട്ടം. കല്യാണം തന്നെ വേണ്ട എന്ന് പറയുന്ന ചിന്തിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ്. ലിവിങ് ടുഗദറിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നിങ്ങൾ ആലോചിക്കണം, പാശ്ചാത്യ ലോകത്ത് ഒരു 10-15 വയസ്സായാൽ, ഇപ്പം അമേരിക്കയിൽ ഒരു 10-15 വയസ്സായാൽ രക്ഷിതാക്കന്മാരെ കുട്ടികളങ്ങ് വിടുകയാണ്. ഒരു ബാധ്യതയില്ല. അവർ ഈല പോയാലും വേണ്ടില്ല, ഈല ജീവിച്ചാലും വേണ്ടില്ല, ആരെ കൂടെ നിന്നാലും വേണ്ടില്ല, എങ്ങനെ നടന്നാലും വേണ്ടില്ല, ഏത് രൂപത്തിൽ പോയാലും വേണ്ടില്ല, യാതൊരു ബാധ്യത അവർക്കില്ല എന്നത് ഇങ്ങനെ പോയി ആ ലോകം അല്ലെങ്കിൽ ആ സമൂഹം ആ ഒരു വളരെ പ്രയാസകരമായ കാലഘട്ടങ്ങളിലൂടെ ഇന്ന് കടന്നുപോയി. മനുഷ്യത്വത്തിന് വിലയില്ല, സംസ്കാരത്തിന് വിലയില്ല, സാമൂഹികതയ്ക്ക് യാതൊരു നിലയും വിലയില്ല. അങ്ങനെയൊക്കെ ആയ ഒരു തലത്തിലൂടെ ഇങ്ങനെ പോയി ഇപ്പം അവസാനം അവർ തിരിച്ചു വരികയാണ്. ദേ ആർ കമ്മിങ് ബാക്ക്. അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബം വേണം, ബന്ധം വേണം, സ്നേഹം വേണം, അടുപ്പം വേണം, സാഹോദര്യം വേണം എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് വരികയാണ്. അവിടെ നമ്മൾ ഉസ്താദെ, നമ്മൾ കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള ആദരണീയരും ബഹുമാന്യരുമായ ഒരുപാടേറെ സൂഫിവര്യന്മാരായ പണ്ഡിതന്മാരുടെ പ്രയത്നത്താൽ നമുക്ക് ഉണ്ടാക്കിയെടുത്ത ഒരു മതഭൗതിക ദീനി വിജ്ഞാന രംഗത്തിൻ്റെ ആ അടിത്തറയിൽ നിന്നുകൊണ്ട് സിരി സാഹിബും CH ബാപ്പക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും ശിഹാബ് തങ്ങളും ഹൈദർലി ശിഹാബ് തങ്ങളും ഒക്കെ പിന്തുണ നൽകിക്കൊണ്ട് ഉയർന്നു വന്ന ഒരു സമുദായം, ആ സമുദായം ഇന്ന് മറ്റൊരു തരത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പറഞ്ഞു പോകുന്നതാണിത്. നിങ്ങളുടെ ആ ഈ സന്തോഷകരമായ സന്ദർഭത്തിൽ നിങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിന് ഘടകവിരുദ്ധമായി ഈ ഒരു തരത്തിൽ ഒരു സംഘത്തെ സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ള സന്തോഷം നിങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത് എന്നതാണ്. പ്രിയപ്പെട്ട മക്കളെ, മതനിരാസത്തിലേക്കാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനും കൊണ്ടുപോകാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ദീനി വിജ്ഞാനമുണ്ടെങ്കിലും നമുക്ക് മറ്റൊരു തരത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. വൈരാഗ്യത്തിൻ്റെയും അടുപ്പമില്ലായ്മയുടെയും അരാജകത്വത്തിൻ്റെയും കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരമൊരു ജീവിത കാലഘട്ടങ്ങളിൽ നമുക്കെങ്ങനെ മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ മാനുഷികതയുടെ മഹത്തരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെയും സത്യത്തിൻ്റെയും നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മേഖലകളിലേക്ക് പരസ്പരം ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയാവുന്ന ഒരു തരത്തിലേക്ക് സമൂഹത്തെ എങ്ങനെ നയിക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് നോക്കുന്ന ഒരു സ്ഥാപനമാണ് ദാറുൽ ഹിദായ എന്നത് പ്രിയപ്പെട്ട ബിവി ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഏറ്റവും നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഈ രക്ഷിതാക്കന്മാരോടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ മക്കൾ, ഈ ഇരിക്കുന്ന കുട്ടികൾ നാളെ ഈ സമൂഹത്തിന് വഴി കാണിക്കുന്നവരാണ്. അവർ പഠിച്ചിട്ടുണ്ട്, അവർക്ക് ഡിഗ്രി ഉണ്ട്, അവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവർ ജോലി ചെയ്യുന്നുണ്ട്, കുടുംബിനികളാണ്. നാളെ ഈ സമൂഹത്തിന് മാതൃകാപരമായ ജീവിതത്തിന്റെ മാർഗദർശനം നൽകാൻ ഈ കുട്ടികൾ തയ്യാറാണെന്ന് പറഞ്ഞ് വിടിയിരിക്കുമ്പോൾ ഇതിലേറെ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് എന്ത് സന്തോഷമാണ് ഇത് വേണ്ടത്. ആ സന്തോഷമാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നാളെ ഈ സമൂഹത്തിൽ എന്തൊക്കെ അരാജകത്വം ഉണ്ടായാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും ആ ധാർമ്മികതയിൽ നിന്ന്, സത്യത്തിൽ നിന്ന് അകലില്ല എന്ന് പറയാൻ ഒരു സ്ഥാപനം ഉണ്ടാകുക, അതിന് നേതൃത്വം നൽകുക എന്ന് പറയുന്നതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. അത് ദാറുൽ ഹിദായ നിർവഹിക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി, ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്നുള്ള നിലക്ക് 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. രാജ്യം ജനാധിപത്യമാണ്, മതേതരത്വമാണ്, എല്ലാമാണ്. ആ ഒരു തരത്തിലാണ് രാജ്യം ഉണ്ടാക്കിയതുമൊക്കെ. വട്ടമേശ സമ്മേളനത്തിലേക്ക് മൗലാന മുഹമ്മദ് അലി കടന്നു ചെന്ന് വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എങ്കിൽ
ഞാൻ എൻ്റെ രാജ്യത്തേക്ക് ചെന്നിറങ്ങുന്നത് സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിലേക്ക് ഞാൻ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലണ്ടനിൽ തന്നെ നിന്ന് അവിടെ തന്നെ ജീവിച്ച് അവസാനം അവിടെ നിന്ന് മരിച്ച് ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി മറവ് ചെയ്ത മൗലന മുഹമ്മദ് അലിയുടെ ഈ രാജ്യം തന്റെ മേൽമുണ്ട് നഗ്നമായ ഒരു സ്ത്രീക്ക് പുഴയിൽ നിന്ന് കയറാൻ കഴിയാത്തത് കൊണ്ട് തന്റെ മേൽമുണ്ടടിച്ച് വെള്ളത്തിലൂടെ ഒഴുക്കിക്കൊടുത്ത് സാഹോദര്യത്തിന്റെ മഹനീയമായ മാതൃക കാണിച്ചു കൊടുത്ത ഗാന്ധിജിയുടെ രാജ്യം. പാവപ്പെട്ട പച്ചയായ മനുഷ്യർക്ക് ഡൽഹിയുടെ കൊണാട്ട് പ്ലേസിൽ കഞ്ഞി ചെമ്പിൽ ഉണ്ടാക്കിക്കൊണ്ട് ആ കഞ്ഞി പാർന്നു കൊടുത്ത് രാജ്യത്തെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ജവഹർലാൽ നെഹ്റുവിന്റെ രാജ്യം, ഈ രാജ്യം ആസാദിന്റെ പട്ടേലിന്റെ രാജ്യം ഇന്ന് ഏകാധിപത്യത്തിന്റെ, ഏകരാജ്യത്തിന്റെ, ഏകമതത്തിന്റെ, ഏകതലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഭരണാധികാരികളുടെ നിഷ്ഠൂരമായ നിലപാടുകൾ കാണപ്പെടുന്ന ഈ രാജ്യം ഈ സമയത്താണ് 77ാം റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും കൂടിയുണ്ട്. നമ്മൾ ഇന്നെല്ലാവരും വോട്ട് ചേർക്കാൻ നടക്കുകയാണല്ലോ, എല്ലാവരും വോട്ട് ചേർക്കാൻ ഓടാണ്. രാഷ്ട്രീയക്കാർ സാധാരണ അങ്ങനെ നിങ്ങൾ വോട്ട് ചേർക്കണം എന്ന് എല്ലാവരും പിന്നാലെ പോകാറുണ്ട്, ഞങ്ങളെ പോലുള്ള ആളുകൾക്ക്. ഇപ്പൊ നിങ്ങൾ പിന്നാലെ വരേണ്ട കാര്യമില്ലാത്ത വിധം നിങ്ങളെല്ലാം ബോധവാന്മാരാണ്. എന്താ കാര്യം? ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത് 77ാം റിപ്പബ്ലിക് ആചരിക്കാൻ ഡോക്ടർ BR അംബേദ്കർ എഴുതിയുണ്ടാക്കിയ ആ ഭരണഘടന പറയുന്നുണ്ട്, ഇന്ത്യയിൽ ജനിച്ച് 18 വയസ്സായാൽ ഈ രാജ്യത്തെ പൗരൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് വോട്ടവകാശം ഉണ്ടാകും എന്ന് പറയുമ്പോൾ, പൗരൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് വോട്ടവകാശമുണ്ടാകുമെന്ന് ഭരണഘടന പറയുന്ന ആ ഭരണഘടന ദിനം ആചരിക്കുന്ന ഇന്നത്തെ ഈ റിപ്പബ്ലിക്കിന്റെ സമയത്ത് ഇന്ന് ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നിങ്ങൾക്ക് വോട്ടുണ്ടെങ്കിലേ ഇന്ത്യയുടെ പൗരത്വം ലഭിക്കൂ എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുന്ന ഭരണകൂട ഭീകരത നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നതുകൊണ്ട് ആ ഭീകരതയ്ക്കെതിരെയും രാജ്യസ്നേഹം ഒരു വിശ്വാസിയുടെ മാർഗമാണ് എന്ന് കണ്ടുകൊണ്ട് ആ രാജ്യസ്നേഹത്തോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നുകൂടി പറയുകയാണ്. അന്ത്യപ്രവാചകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ജനിച്ച് ജീവിച്ച മണ്ണായ മക്കയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ആ മക്കയോട് ദൂരെ എന്ന് പറയുന്നത് ഈ മക്കയോട് യാതൊരു പ്രയാസവും ഉണ്ടായത് കൊണ്ടല്ല, യാതൊരു പ്രശ്നവും എനിക്കുണ്ടാക്കിയത് കൊണ്ടല്ല ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോകുന്നത് എന്ന് പറഞ്ഞ ആ മക്കയോട് വിട പറഞ്ഞു പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും ആ മണ്ണിനെ സ്നേഹിച്ച അന്ത്യപ്രവാചകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്നുള്ള നിലക്ക്, മതസാഹോദര്യത്തിന്റെ പ്രവർത്തനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് രാജ്യസ്നേഹം നമ്മളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ മാർഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുകൂടി നമ്മുടെ ജീവിതത്തിന്റെ, പഠനത്തിന്റെ, സംസ്കാരത്തിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുപോകാൻ കൂടി നമുക്ക് കഴിയണം എന്ന് സന്ദർഭോചിതമായി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വളരെ സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ, ഏകത്വത്തിലേക്കുള്ള മാർഗത്തിൽ, നാളെയുടെ ശാശ്വതമായ ലോകത്തേക്കുള്ള മാർഗത്തിലുള്ള പ്രയാണത്തിൽ നന്മയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രിയപ്പെട്ട മക്കളെ മുഴുവൻ അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.